ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സെപ്റ്റംബർ 27 അതായത് ഇന്നലത്തെ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിക് ജി കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ സൈറ്റിൽ നിന്നൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റാറ്റിക് ജി കെ ഒപ്പം കവർ ചെയ്ത് പോകാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിജിറ്റൽ എയർ സ്പേസ് മാപ്പ് ഫോർ ഡ്രോൺ ഓപ്പറേഷൻസ് റിലീസ്ഡ്. ഡെമാർക്കേറ്റ്സ് സോൺസ് ഫോർ ഫ്ലൈയിങ്. സോൺസ് ഫോർ ഫ്ലൈയിങ്. അപ്പോൾ ഡ്രോൺ ഓപ്പറേഷൻസിന് ഒരു മാപ്പ് ഡിജിറ്റൽ എയർ സ്പേസ് റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെമാർക്കേറ്റ്സ് സോൺസ് ഫോർ ഫ്ലൈയിങ്ങിന് അനുവദിച്ച സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലം, എത്ര ദൂരം വരെ നമുക്ക് പറത്താം ഒരു ഡ്രോണിനെ, അങ്ങനെയൊക്കെ ഉള്ളത് ഡെമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീന്, യെല്ലോ, റെഡ് സോണുകളിലായിട്ടാണ് ഈ മാർക്ക് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ സോൺ എന്ന് പറഞ്ഞാൽ ഒരു 400 ഫീറ്റ് വരെ പൊക്കത്തിൽ പറത്തിക്കാം. അതേപോലെ ഗ്രീൻ സോണ്, പിന്നെ റെഡ്, അതേപോലെ യെല്ലോ സോൺ. യെല്ലോ റെഡൊക്കെ ഗ്രീനിൽ നമുക്ക് പറത്താവുന്ന സ്ഥലമാണ്. അതേപോലെ യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പറത്തേണ്ടതും. അതേപോലെ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, റെഡ് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും നോ എന്ന് പറയുന്ന പോലെയാണ്. സോ അങ്ങനത്തെ സോണുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ മാപ്പ് നമുക്ക് DGCAയുടെ ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോമായ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാപ്പ് കാണാൻ സാധിക്കും. സോ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഈ ഒരു മാപ്പ് റിലീസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, HDFC ബാങ്ക് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഏഷ്യാമണി 2021 ഏഷ്യാസ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനി പോൾ. അപ്പോൾ ഏഷ്യാസ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പനീസ് പോള് നടത്തിയപ്പോൾ ഏഷ്യാമണി 2021 ആണ് ആ പോള് നടത്തിയത്. അപ്പോൾ അതിൽ HDFC ബാങ്കാണ് ഇന്ത്യയിലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തുന്ന കമ്പനിയായിട്ട് HDFC ബാങ്കിനെ സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ HDFC ബാങ്ക് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് HDFC ബാങ്കിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ജി കെ നോക്കാം. HDFC ബാങ്ക് ഫൗണ്ട് ചെയ്തത് ഓഗസ്റ്റ് 1994 HDFC ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ മഹാരാഷ്ട്രയാണ്. പിന്നെ HDFC ബാങ്കിൻ്റെ CEO ശശിധർ ജഗദീശനാണ്. HDFC ബാങ്കിൻ്റെ ടാഗ് ലൈനാണ് വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ്. പിന്നെ നെക്സ്റ്റ് ന്യൂസ്, ദേബബ്രാത്ത മുഖർജി എലക്റ്റഡ് ചെയർമാൻ ഓഫ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ ചെയർമാനായിട്ട് ദേബബ്രാത്ത മുഖർജിയെ എലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദേബബ്രാത്ത മുഖർജി, ഹു ഈസ് കറൻ്റ്ലി സർവിങ് ആസ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അറ്റ് യുണൈറ്റഡ് ബ്രേവിയസ് ഗ്രൂപ്പ്. അപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേബബ്രാത്ത മുഖർജി. ആ ദേബബ്രാത്ത മുഖർജീനെ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ABC is a non-profit circulation auditing organization. It certifies audits and the circulation of major publications including newspapers and magazines in India. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ആണ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ഒരു നോൺ പ്രോഫിറ്റ് സർക്കുലേറ്റിംഗ് ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അത് ന്യൂസ് പേപ്പറും അതേപോലെ മേജർ പബ്ലിക്കേഷൻസ് ലൈക്ക് ന്യൂസ് പേപ്പർ, മാഗസിൻസ് ഒക്കെ അതിൻ്റെയൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ കുറച്ചും കൂടി സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് ഫൗണ്ട് ചെയ്തത് 1948 ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ ചെയർമാൻ്റെ പേരാണ് ദേവേന്ദ്ര ദർദ. ABCയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് കരുണേഷ് ബജാജ്. സോ നെക്സ്റ്റ് ന്യൂസ്, Government seals 22,000 crore rupees deal with Tata Airbus for purchase of 56 C-295 military transport aircraft. അപ്പോൾ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ടാറ്റ അതേപോലെ എയർബസുമായിട്ട് ഒരു ഡീല് 22,000 കോടി രൂപയുടെ ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. പർച്ചേസ് ചെയ്യാൻ പോകണ 56 C-295 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. സോ
This is the first project of its kind in which a military aircraft will be manufactured in India under technology transfer by a private sector. So, government purchase ചെയ്യാൻ തീരുമാനിച്ചു. So, next news, Information and Broadcasting Minister Anurag Singh Thakur launches India's highest altitude TV radio transmitters in Ladakh. അപ്പോൾ ലഡാക്കിൽ ടി വി റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, ഹയ്യസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ടി വി റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അനുരാഗ് സിംഗ് താക്കൂർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ. സോ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് Anurag Singh Thakur launched the high power transmitters for Doordarshan and All India Radio at Hamboting La near Kargil in Ladakh. So ലഡാക്കിലാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അനുരാഗ് സിംഗ് താക്കൂറാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, എയർഫോഴ്സ് സ്റ്റേഷൻ ശ്രീനഗർ ടു കണ്ടക്ട് എയർ ഷോ അറ്റ് ദാൽ ലേക്ക് ഓൺ സെപ്റ്റംബർ 26 ആസ് പാർട്ട് ഓഫ് ആസാദി കാ അമൃത് മഹോത്സവ്. അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞു, എയർ ഷോ കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയർഫോഴ്സ് സ്റ്റേഷൻ ശ്രീനഗർ കണ്ടക്ട് ചെയ്തു അറ്റ് ദാൽ ലേക്കിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത് ഇന്നലെ. ആസ് പാർട്ട് ഓഫ് ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്, ബംഗബന്ധു ബാപ്പു ഡിജിറ്റൽ എക്സിബിഷൻ ഓപ്പൺസ് പബ്ലിക് വ്യൂയിങ് ഇൻ ധാക്ക. അപ്പോൾ ധാക്കയിൽ ബംഗബന്ധു ബാപ്പു ഡിജിറ്റൽ എക്സിബിഷൻ ഓപ്പൺ ചെയ്തു. പബ്ലിക് വ്യൂയിങ്ങിന് വേണ്ടിയിട്ടാണ്, ധാക്കയിലാണത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ധാക്ക ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ്. കറൻസി ഓഫ് ബംഗ്ലാദേശ് ടാക്കയാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. ബംഗ്ലാദേശ് ധാക്ക, ടാക്ക. So the exhibition showcases in a thematic manner the lives of father of the nation of Bangladesh, Bangabandhu Sheikh Mujibur Rahman, and the father of nation Mahatma Gandhi. അപ്പോൾ ഇവരുടെ ലൈഫ്സ് കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുകയായിരുന്നു ഈ ബംഗ്ലാദേശിലത്തെ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ, അതേപോലെ ഇന്ത്യൻ ഫാദർ ഓഫ് നേഷനായ മഹാത്മാഗാന്ധിയുടെയും ഈ ഒരു എക്സിബിഷനിൽ. So next news, Uttar Pradesh becomes first state in the country to administer over 10 crore doses of corona vaccine. അപ്പോൾ കൊറോണ വൈറസ് വാക്സിൻ്റെ 10 കോടി ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്ത, അതായത് കുത്തിവെച്ച ഫസ്റ്റ് സ്റ്റേറ്റായി ഉത്തർപ്രദേശ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തർപ്രദേശ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു അഡ്മിനിസ്റ്റർ ഓവർ 10 crore ഡോസസ് ഓഫ് കൊറോണ വാക്സിൻ. അപ്പോൾ ഉത്തർപ്രദേശ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഉത്തർപ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഉത്തർപ്രദേശ് ക്യാപിറ്റൽ ലക്നൗ ആണ്. അതേപോലെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ആണ്. ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്. ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലാണുള്ളത്. ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഷാഹിദ് ചന്ദ്രശേഖർ ആസാദ് ബേർഡ് സാങ്ച്വറി, ഓക്ല ബേർഡ് സാങ്ച്വറി, അമൻഗർ ടൈഗർ റിസർവ്, പിലിഭിത്ത് ടൈഗർ റിസർവ്, ഇതെല്ലാം ഉത്തർപ്രദേശിലാണുള്ളത്. ഉത്തർപ്രദേശിൻ്റെ ഡാൻസ് ഫോമാണ് കഥക്ക്. പിന്നെ നരോറ അറ്റോമിക് പവർ പ്ലാന്റ് ഉത്തർപ്രദേശിലാണുള്ളത്. സിംഗ്രൗളി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷനും ഉത്തർപ്രദേശിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ചെന്നൈസ് MGR റെയിൽവേ സ്റ്റേഷൻ ഈസ് നൗ ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. അപ്പോൾ ചെന്നൈ MGR റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഫുള്ളി പവേർഡ് സോളാർ എനർജി ആയിട്ടാണ് ഇപ്പോൾ ഫുള്ളി എല്ലാ ഫങ്ഷനും നടക്കുന്നത്. സോ പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പറയുന്ന പേരാണ് MGR റെയിൽവേ സ്റ്റേഷൻ എന്ന്. സോ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണിപ്പോൾ ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി ആയിരിക്കുന്നത്, അതായത് MGR റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് തമിഴ്നാട് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് തമിഴ്നാടുവിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. തമിഴ്നാടു ക്യാപിറ്റൽ ചെന്നൈ, ചീഫ് മിനിസ്റ്ററുടെ പേരാണ് MK സ്റ്റാലിൻ, ഗവർണർ RN രവി. മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുർത്തി നാഷണൽ പാർക്ക്, അന്നാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്, ഇതെല്ലാം തമിഴ്നാടുവിലാണുള്ളത്. പിന്നെ കളക്കാടു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വളനാടു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വിരളിമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വേദാന്തങ്കൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശ്രീ വില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം തമിഴ്നാട്ടിലാണുള്ളത്. പിന്നെ ബൃഹദീശ്വര ടെമ്പിൾ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ, കാമാക്ഷി അമ്മൻ ടെമ്പിൾ, ഇതെല്ലാം തമിഴ്നാടുവിലാണുള്ളത്. കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റും മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റും
തമിഴ്നാടുവിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഇൻ്റർനാഷണൽ ഡേ ഫോർ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 26 സെപ്റ്റംബർ 26 ഇൻ്റർനാഷണൽ ഡേ ഫോർ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. നെക്സ്റ്റ് ഒരു ഡേ ന്യൂസാണ്. അപ്പോൾ സെപ്റ്റംബർ 26 വേൾഡ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേ ആയിട്ടും ഒബ്സർവ് ചെയ്യുന്നത്. വേൾഡ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേ. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേയുടെ ഈ വർഷത്തെ തീമാണ് പ്രയോറിറ്റൈസിങ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഫോർ ഹെൽത്തിയർ കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഗ്ലോബൽ റിക്കവറി. എന്താണ്? പ്രയോറിറ്റൈസിങ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഫോർ ഹെൽത്തിയർ കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഗ്ലോബൽ റിക്കവറി. അതാണ് ഈ വർഷത്തെ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേയുടെ തീം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്, അതും സെപ്റ്റംബർ 26 ആണ്. വേൾഡ് കോൺട്രാസെപ്ഷൻ ഡേ ആണ് സെപ്റ്റംബർ 26. അപ്പോൾ വേൾഡ് കോൺട്രാസെപ്ഷൻ ഡേ ടേക്സ് പ്ലേസ് ഓൺ 26 September. ദ എയിം ഈസ് ടു ഇംപ്രൂവ് അവയർനെസ് ഓഫ് ഓൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ആൻഡ് ടു എനേബിൾ യങ് പീപ്പിൾ ടു മേക്ക് ഇൻഫോംഡ് ചോയ്സസ് ഓൺ ദെയർ സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺട്രാസെപ്ഷൻ ഡേ ആയിട്ട് സെപ്റ്റംബർ 26 ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, RBI ഇഷ്യൂസ് മാസ്റ്റർ സർക്കുലർ ഓൺ a ട്രാൻസ്ഫർ ഓഫ് NPAs, സെക്യൂരിറ്റൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. അപ്പോൾ RBI ഒരു മാസ്റ്റർ സർക്കുലർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് NPAസിനും അതുപോലെ സെക്യൂരിറ്റൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് അസറ്റ്സിനും വേണ്ടിയിട്ട് RBI ഒരു മാസ്റ്റർ സർക്കുലർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. സോ RBI റിലേറ്റഡ് ന്യൂസാണ്. അതുകൊണ്ട് നമുക്ക് RBIയുടെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 April 1935 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര് ശക്തികാന്ത ദാസ് ആണ്. പിന്നെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സാണ് RBIക്ക് ഉള്ളത്. അവരാരൊക്കെയാണെന്ന് നോക്കാം. MK ജെയിൻ, മഹേഷ് കുമാർ ജെയിൻ, അതേപോലെ മൈക്കിൾ ദേബ്ബ്രാത്ത പത്ര, പിന്നെ M രാജേശ്വർ റാവ്, T രവിശങ്കർ. ഇവരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIക്ക് 4 സബ്സിഡറീസ് ആണുള്ളത്, ഫുള്ളി ഓൺഡ് സബ്സിഡറീസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. പിന്നെ NHB, അതായത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. പിന്നെ BRBN MPL, അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ IFTAS, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ഇതൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറികൾ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. വേൾഡ് റിവേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th Sunday of September. അതായത് സെപ്റ്റംബർ 26 ആണ് ഈ വർഷം വരുന്നത് 4th Sunday ആയിട്ട്. സോ സെപ്റ്റംബർ 26 ആണ് 2021 വേൾഡ് റിവേഴ്സ് ഡേ. അപ്പോൾ വേൾഡ് റിവേഴ്സ് ഡേ is celebrated on the 4th Sunday of September every year to increase public awareness about rivers and to encourage their conservation. അപ്പോൾ റിവേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ അത് എൻകറേജ് അതിൻ്റെ കൺസർവേഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ്, റൈസിംഗ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ത്രെട്ടൻസ് ഓൾ 17 SDGs സെയ്സ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട്. അപ്പോൾ WMO റിപ്പോർട്ട് പ്രകാരം കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ത്രെട്ടൻസ് ഓൾ 17 SDGs 17 SDGsനെയും അത് ത്രെട്ടൺ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The World Meteorological Organization studied 7 climate indicators: CO2 concentration, temperature, ocean acidification and heat, sea ice extent, glacier melt and sea level rise while preparing the report. So rising CO2 കോൺസെൻട്രേഷൻ ത്രെട്ടൺ ചെയ്തിരിക്കുകയാണ് 17 SDGsനെ, സീസ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത് 23 March 1950. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ്. പിന്നെ ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ പ്രസിഡൻറ്റ് ഗെർഹാർഡ് അഡ്രിയാനാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അതിൻ്റെ സെക്രട്ടറി ജനറൽ, WMOൻ്റെ സെക്രട്ടറി ജനറലാണ് പെറ്റേറി താലാസ് ആണ് സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് ന്യൂസ്, ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തതാണ്. MOU സൈൻഡ് ബിറ്റ്വീൻ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ദ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് യുണൈറ്റഡ് കിങ്ഡം.
അപ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് യുണൈറ്റഡ് കിങ്ഡം അതേപോലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും തമ്മിലൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. MOU ഈസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് റെലവൻറ്റ് നാഷണൽ ആൻഡ് റീജിയണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് കൺസേണിംഗ് ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡിംഗ് ലോസ് റിലേറ്റിംഗ് ടു ആക്സസ് ടു ഫൗണൽ സ്പെസിമെൻസ് അസോസിയേറ്റഡ് ബെനിഫിറ്റ് ഷെയറിംഗ് ആൻഡ് ട്രഡീഷണൽ നോളേജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. കൺസർവിങ് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ലോസ് റിലേറ്റിംഗ് ടു ആക്സസ് ടു ഫൗണൽ സ്പെസിമെൻസ് അസോസിയേറ്റഡ് ബെനിഫിറ്റ് ഷെയറിംഗ് ആൻഡ് ട്രഡീഷണൽ നോളേജ്. So both the institutions are committed to implementing the 1973 CITES and the 1992 Convention on Biological Diversity. So ഈ MOU സൈൻ ചെയ്തത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതേപോലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഓഫ് യുണൈറ്റഡ് കിങ്ഡവും തമ്മിലാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് നമുക്ക് നോക്കാം. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 1 ജൂലൈ 1916 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയിലാണ്. അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ ധൃതി ബാനർജിയാണ്. നെക്സ്റ്റ് ന്യൂസ്, അമിത് ഷാ അഡ്രസ്സസ് ഫസ്റ്റ് നാഷണൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ്. അപ്പോൾ ഫസ്റ്റ് നാഷണൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് അഡ്രസ്സ് ചെയ്തു അമിത് ഷാ. The maiden national cooperative conference Sehkarita Sammelan was held at the Indira Gandhi Indoor Stadium in the national capital. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. So Amit Shah outlined the government's vision and roadmap for the development of the sector. അപ്പോൾ ഈ ഒരു സെക്ടറിലുള്ള അമിത് ഷാ ഔട്ട്ലൈൻ ചെയ്തത് ഈ ഒരു സെക്ടറിലുള്ള ഗവൺമെൻറ്റിൻ്റെ വിഷനും അതേപോലെ റോഡ് മാപ്പുമാണ് ഹൈലൈറ്റ് ചെയ്തത് അമിത് ഷാ. So conference was organized by cooperative bodies IFFCO, National Cooperative Federation of India, പിന്നെ അമൂൽ, സഹകാരി ഭാരതി, NAFED and KRI, BHCO among others. So Amit Shah is the first Minister of Cooperation of India. അപ്പോൾ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ഇൻ ഇന്ത്യ അമിത് ഷാ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അമിത് ഷാ അഡ്രസ്സസ് ഫസ്റ്റ് നാഷണൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ്. അപ്പോൾ ഫസ്റ്റ് നാഷണൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് അമിത് ഷാ അഡ്രസ്സ് ചെയ്തു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം സ്ട്രാറ്റജിക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രാറ്റജിക്ക് മറ്റൊരു സോഴ്സിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ കാണാം. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു.